ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ഡോക്ടർ സ്റ്റോക്ക്. ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞു, ന്യൂ ഇയറിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ വർഷാരംഭം നമ്മളെ മുന്നിൽ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മളിപ്പോൾ സാധാരണ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ജീവിതശൈലീജന്യ രോഗം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. ആ പ്രശ്നം ഒബീസിറ്റിയാണ്. ഒരു പക്ഷേ നിങ്ങളെല്ലാവരും ഊഹിച്ചിട്ടുണ്ടാവും. ഒബീസിറ്റിയാണ്, അമിതവണ്ണം. അമിതവണ്ണം എന്താണ്, അതിൻ്റെ സംഭവങ്ങൾ, അതിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതുകൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാകാം, അതിനെ എങ്ങനെ നമുക്ക് പരിഹരിക്കാം എന്നാണ് ഇന്നിവിടെ സംസാരിക്കുന്നത്. എന്നോടൊപ്പം എന്നോടൊപ്പം ഉള്ളത് ഡോക്ടർ വിനോദ് ബി നായരാണ്. അദ്ദേഹം ഒരു ENT സർജനാണ്. വളരെ ദാരുണമായ വിധത്തിൽ സ്വന്തം ശരീരഭാരം 100 കടന്ന് 120 കടന്ന് മുകളിലേക്ക് പോയപ്പോൾ അതിനെ സ്വയം പരിഹരിക്കണമെന്ന് തോന്നിയപ്പോൾ അതിനെ പരിഹരിക്കുകയും ആ പരിഹരിച്ചത് എങ്ങനെയെന്ന് ഒരുപാട് പേർക്ക് ഉപദേശങ്ങൾ കൊടുക്കുകയും ചെയ്ത് ക്വിക്ക് സ്ലിം എന്ന് പറയുന്ന ഒരു രീതി തന്നെ വികസിപ്പിച്ചെടുത്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തോട് തന്നെ നമുക്ക് കൂടുതൽ ചോദിക്കാം. അനുഭവം ആണല്ലോ നമ്മളെപ്പോഴും ഗുരു എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തോട് തന്നെ സ്വന്തം അനുഭവം തന്നെ നമുക്ക് ചോദിക്കാം. ഡോക്ടർ, ഞാനിപ്പോൾ തുടക്കത്തിൽ പറഞ്ഞു, നമ്മളിന്ന് അമിതവണ്ണമാണ് നമ്മുടെ വിഷയം. അമിതവണ്ണം ഇന്നൊരു വലിയ പ്രശ്നമാണ്, ഒരു സാമൂഹിക പ്രശ്നമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം. ഈ അമിതവണ്ണം എന്താണ്, അത് എങ്ങനെയാണ്, അതിൻ്റെ പ്രസക്തി എന്താണെന്ന് പറയാം ആദ്യം. ഈ അമിതവണ്ണം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഒരു ആണുങ്ങളുടെ കാര്യത്തിലാണ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹൈറ്റ് 170 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതിനകത്തുനിന്ന് ആണുങ്ങൾക്ക് 100 കുറയ്ക്കുക. അപ്പോൾ 70 കിലോയാണ് അയാളുടെ ശരിക്ക് വേണ്ട തൂക്കം. സ്ത്രീകളുടെ കേസിലാണെങ്കിൽ 165 സെൻറ്റിമീറ്ററാണ് അവരുടെ ഉയരമെങ്കിൽ അതിനകത്തുനിന്ന് 105 കുറച്ച് 60. അപ്പോൾ ആണുങ്ങളുടെ അതിനകത്ത് ഹൈറ്റ് ഇൻ സെൻറ്റിമീറ്റർ -100ഉം സ്ത്രീകൾക്കാണെങ്കിൽ ഹൈറ്റ് ഇൻ സെൻറ്റിമീറ്റർ -105, 105 കുറയ്ക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഒരാളുടെ ഒരു ഐഡിയലായിട്ട് വേണ്ട തൂക്കം ഏകദേശമായിട്ട് പറയുക. പിന്നെ BMI എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വേറെ മാർഗ്ഗങ്ങളുണ്ട്. പക്ഷേ എന്നാൽ സാധാരണക്കാർക്ക് വേണ്ടി എനിക്ക് തോന്നുന്നു ഇതായിരിക്കും ഏറ്റവും നല്ല കാര്യം. അപ്പോൾ ഇതിന് മേലിലോട്ടുള്ളതെല്ലാം അമിതവണ്ണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എത്രയും ഇതിനകത്ത് ചുറ്റിപ്പറ്റി തന്നെ നിൽക്കണം. ഇതിൻ്റെ മേലോട്ടുള്ള അമിതവണ്ണം എന്നാണ് പറയുന്നത്. അമിതവണ്ണം എന്നാണ് പറയുന്നത്. ഒരുമാതിരി തൂക്കി നോക്കി എല്ലാവരും അമിതവണ്ണക്കാരായിരിക്കണം. കേരളത്തിൽ ഇപ്പോൾ 40% മേളിലുള്ള ആളുകൾക്ക് അമിതവണ്ണം ഉണ്ടെന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു സത്യം. ഓക്കെ. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ ഐഡിയൽ വെയിറ്റ് ഞാൻ സമ്മതിക്കുന്നു. 170 തൂക്കമുള്ള ഒരാൾക്ക് 100 കുറച്ചാൽ കിട്ടുന്ന 70 കിലോയാണ് അയാളുടെ ഐഡിയൽ വെയിറ്റ് എങ്കിൽ. ശരി. ആ ഒരു ഐഡിയൽ വെയിറ്റ് വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണോ, അതോ അതൊരു അപകടകരമായ ലെവലിലേക്ക് പോകുന്ന മറ്റൊരു ഘട്ടമുണ്ടോ? വളരെ പ്രസക്തമായ ചോദ്യമാണ് ഇപ്പോൾ ഡോക്ടർ ഗണേഷ് ചോദിച്ചത്. ഉദാഹരണത്തിന് പ്രദീപ് എന്ന് പറഞ്ഞു, നമ്മൾ ന്യൂ ഇയർ വരാൻ പോവാണ്. സാറിന് ഏറ്റവും കൂടുതൽ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ, ഒന്ന് സ്മോക്കിംഗ് നിർത്തുക, പിന്നെ ഒന്ന് വണ്ണം കുറയ്ക്കുക. ഇത് രണ്ടുമാണ് സാധാരണ അതിൽ ഏറ്റവും അധികം. സ്മോൾ നിർത്തുക, നമുക്ക് ആഡ് ചെയ്യാം. പക്ഷേ സാധാരണ ഇതിൽ അത് ആദ്യം അങ്ങനെ തീരുമാനിക്കുക. അത് അടിയാണല്ലോ തുടങ്ങണേ. ഈ ന്യൂ ഇയർ അടിയോടുകൂടിയാണ് തുടങ്ങുന്നത്. സ്മോക്കിംഗ് ആണ് നമ്മളൊരു സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കണം, ഏറ്റവും കൂടുതൽ സ്മോക്കിങ്ങും വണ്ണം. മറ്റതിന് അത്രയ്ക്ക് വരാറില്ല, പലരും അങ്ങനെ തീരുമാനിക്കാറുണ്ട്. ഇത് മൂന്നും ഒരിക്കലും നടക്കാത്ത സാധാരണഗതിയിൽ കാര്യങ്ങളായിട്ടാണ് ഈ ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുത്തതുപോലെ തന്നെ എല്ലാ വർഷവും ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുക്കുന്നത്. ഈ ചോദിച്ചു വന്നിരുന്ന ഒരു കാര്യം എന്തായിരുന്നു? അതായത് ഒരു അപകടകരമായ ഒരു ഘട്ടത്തിലേക്ക് അമിതവണ്ണം എത്തുന്നത്. കറക്റ്റ്. വളരെ പ്രസക്തമായ ഒരു കാര്യം. നമ്മളെല്ലാവരും, പ്രത്യേകിച്ച് മലയാളികൾ, നമ്മളൊരു 10 കിലോ 15 കിലോയ്ക്ക് മേളിൽ ഓവർ വെയ്റ്റ് വന്നാൽ മാത്രമേ അതിനെ നമ്മൾ ഓവർ വെയ്റ്റ് ആയിട്ട് പെർസീവ് ചെയ്യുള്ളൂ. അതായത് നമ്മളതിനെ ഉൾക്കൊള്ളുള്ളൂ. അതുവരെ ഇപ്പം ഞാൻ ഉൾപ്പെടെ, ഞാൻ 122 കിലോ ഉണ്ടായിരുന്ന സമയത്ത്, അപ്പോൾ എന്നോട് ആളുകൾ ചോദിക്കുകയാണ്, ഇത് ഇങ്ങനെ വണ്ണം വെച്ച് ഇങ്ങനെ പോയാൽ എവിടെയാണ്? അതിനെന്താ, റൗണ്ട് ഇസ് മൈ ഷേപ്പ് എന്ന് ഞാൻ വളരെ അഭിമാനത്തോടു കൂടി പറഞ്ഞിരുന്നു. അല്ലെങ്കിൽ നാക്ക് ഇങ്ങനെ പെശകായതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞിരുന്നു. ഇത് തെറ്റാണ്. നമ്മൾ പലപ്പോഴും നമുക്ക് അമിതവണ്ണം ഉണ്ടെന്ന് തിരിച്ചറിയുകയാണ് പ്രധാനം. എല്ലാ 15 കിലോ 20 കിലോ ഓവർ വെയ്റ്റും 1 കിലോ ഓവർ വെയ്റ്റിലാണ് തുടങ്ങുന്നതെന്നുള്ളതാണ് എൻ്റെ പച്ചയായ യാഥാർത്ഥ്യം. അതായത് എനിക്കൊരിക്കലും ഞാൻ 20 കിലോ ഓവർ വെയ്റ്റായിട്ട് ഒരിക്കലും മാറുന്നില്ല. പെട്ടെന്ന് ഒരു ദിവസം രാവിലെ എഴുതി നോക്കുമ്പോൾ 20 കിലോ ഓവർ വെയ്റ്റ് അങ്ങനെ ഒരിക്കലും നടക്കുന്നില്ല. 1 കിലോ ഓവർ വെയ്റ്റ് ഉണ്ടായിരുന്നു, നമ്മളതിനെ അവഗണിച്ചു. 1.5 കിലോ ഓവർ വെയ്റ്റ് ആയിട്ട് അവഗണിച്ചു. 2 കിലോ ഓവർ വെയ്റ്റ് ആയിട്ട് അവഗണിച്ചു. 5 കിലോ ഓവർ വെയ്റ്റ് ആയിട്ട് അവഗണിച്ചു. ഇതാണ് പലപ്പോഴും 10 കിലോ 15 കിലോ ആയിട്ട് വന്നത്. ഏറ്റവും ബുദ്ധിപരമായ തീരുമാനം, നമ്മൾ 2 കിലോ 3 കിലോ ഓവർ വെയ്റ്റ് ആകുമ്പോൾ തന്നെ ഞാൻ അപകടകരമായ രീതിയിൽ പോകുന്നു. ഇപ്പം നമ്മളൊരു കാറിൻ്റെ കേസിലാണ് പറഞ്ഞത്. നമ്മളിപ്പം 80 കിലോമീറ്റർ, അല്ലെങ്കിൽ ഇപ്പം കേരളത്തിൽ 90 കിലോമീറ്റർ കഴിഞ്ഞാൽ ഓവർ ഇതാണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമ്മളെപ്പോഴും 90 അടുക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കുന്നതാണ് ബുദ്ധി. അല്ല പെട്ടെന്ന് നോക്കി 110 പോണേ എന്ന് പറയുന്നതിനകത്ത് വലിയ റിലവൻസ് ഇല്ല. അപ്പം നമ്മളെ മോണിറ്റർ ചെയ്യാൻ പഠിക്കുന്നതാണ് ഒരു പക്ഷേ നമുക്കിന്ന് കൊടുക്കാവുന്ന ഏറ്റവും പ്രസക്തമായ ഒരു സന്ദേശം. അങ്ങനെ മോണിറ്റർ ചെയ്യുകയാണെങ്കിൽ, ഡോക്ടർ പറഞ്ഞ ഈ മോണിറ്ററിംഗ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഒരു നോർമൽ പേഴ്സൺ, ഒരു ലേമാൻ എങ്ങനെ മോണിറ്റർ ചെയ്യും? എല്ലാ ദിവസവും വെയിറ്റ് നോക്കണം, എന്താ ചെയ്യുക? അതായത് നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞു, കേരളത്തിൽ
30 മുതൽ 40% പേർക്ക് വണ്ണം കൂടുതൽ, അതായത് അവരുടെ ഐഡിയൽ വെയ്റ്റിന് മേളിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ ഇന്ത്യയുടെ ഡയബറ്റിക്കിൻ്റെ തലസ്ഥാനമായിട്ട് ലോകത്തിൻ്റെ ഡയബറ്റിക് തലസ്ഥാനമായിട്ട് ഇന്ത്യ അറിയപ്പെടുന്നു. ഇന്ത്യയിൽ ഡയബറ്റീസിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. ഇവിടെ കൊളസ്ട്രോൾ കൂടിക്കൂടി വരുന്നു, പ്രഷർ കൂടിക്കൂടി വരുന്നു, ഹാർട്ട് അറ്റാക്കുമായിട്ട് സംബന്ധമായ കാര്യങ്ങൾ ധാരാളമായി വരുന്നു, സ്ട്രോക്ക് കൂടിക്കൂടി വരുന്നു, ഒബീസിറ്റിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ധാരാളം ക്യാൻസറുകൾ കേരളത്തിൽ കൂടിക്കൂടി ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്കൊരു സ്പീഡോമീറ്റർ മേടിച്ച് വയ്ക്കണം. നമ്മുടെ ജീവിതത്തിൻ്റെ പോക്ക് എങ്ങനെയാണെന്ന് നമുക്കറിഞ്ഞുകൂടാ. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹെൽത്തിന് വേണ്ടി ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യത്തിലൊന്ന് ഒരു വെയിങ് മെഷീൻ മേടിച്ച് വെക്കുക എന്നുള്ളത്. ഇന്നിപ്പോൾ ഒരു ഡിജിറ്റൽ വെയിങ് മെഷീന് സത്യം പറഞ്ഞാൽ ഒരു 1000-1200 രൂപ നമ്മൾ എന്തിനെല്ലാമോ കാശ് കളയുന്നു. ഒരു 1200 രൂപയുടെ ഒരു സാധനം മേടിച്ച് നമ്മുടെ വീട്ടിൽ തന്നെ വയ്ക്കുന്നതാണ് നമുക്ക് ആദ്യം ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഇരിക്കുമ്പോൾ ചെന്ന് ഒരു ദിവസം നോക്കുമ്പോഴായിരിക്കും അറിയുന്നത് നമുക്ക് വണ്ണം കൂടുതലാണെന്ന്. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ സായിപ്പ് പറയുന്നത് ബാത്റൂം സ്കെയിൽ എന്നാണ് അത് പറയുന്നത്. അതായത് നമ്മുടെ ബാത്റൂമിൽ എല്ലാ ദിവസവും രാവിലെ മിനിമം ഡ്രസ്സോടുകൂടി അത് നോക്കണം എന്നുള്ളതാണ് അതിൻ്റെ സങ്കല്പം. അപ്പോൾ എൻ്റെയോട് ചോദിക്കുന്നത് തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ചെറുതായിട്ടെങ്കിലും വണ്ണം കൂടുതലുള്ളവർ തീർച്ചയായിട്ടും ഒരു വെയിങ് മെഷീൻ ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെൻറ്റാണ്. 4 പേരുള്ള ഒരു ഫാമിലിയിൽ അതൊരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റും അല്ല, വളരെ ചെറിയൊരു പരിപാടിയാണ്. അത് എത്രയോ നാൾ നിൽക്കുമല്ലോ. ഒരു സാധാരണ നമ്മൾ എൻ്റെ പുറത്ത് കയറി മേയാതിരുന്ന് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ എന്തായാലും ഒരു ഈ വെയിങ് മെഷീൻ വീട്ടിലുണ്ടാകുന്നതും എല്ലാ ദിവസവും വെയിറ്റ് നോക്കുന്നതൊക്കെ നല്ല കാര്യം. ഇപ്പം ഞാൻ അടുത്തൊന്ന് ചോദിച്ചിട്ട്, ഈ അമിതവണ്ണം ഇത്രയും വലിയൊരു ഇഷ്യൂ ആയിട്ട് ഇപ്പം ഉയർന്നു വരാൻ, അല്ലെങ്കിൽ അടുത്ത കാലത്തായിട്ട് ഉയർന്നു വരാൻ എന്തെങ്കിലും പ്രത്യേക കാരണങ്ങളുണ്ട്? ഇത് ഒരുപാട് പറഞ്ഞ് പഴകി തേഞ്ഞ സംഗതിയാണ്, എന്നാലും ഒന്നുകൂടെ ഒന്ന് ആണ് അതിന് കാര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ ആഹാര രീതി. ഇതിപ്പോൾ ഞാൻ എൻ്റേതായിട്ടുള്ള ചില കാഴ്ചപ്പാടുകളുണ്ട്, ഞാൻ അത് പറയാം, അല്ലാതെ എല്ലാവർക്കും വായിക്കാം. അതെ അതെ. ഒന്ന്, നമ്മുടെ ഒരു നാച്ചുറലായിട്ടുള്ള ആഹാരം, ഓരോ ജനതയ്ക്കും അവരുടെ ഒരു നാച്ചുറൽ ആഹാരമുണ്ട്, സാധാരണ കഴിക്കുന്ന ആ ഭൂവിഭാഗത്തിൽ ഉള്ള ഒരു ആഹാരം. അത് മാറിയതാണ് ഒരു പ്രധാന കാരണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്ന കാര്യം. ഉദാഹരണത്തിന് മലയാളി അരി പോലും ഇത്രയും അധികം കഴിക്കില്ലായിരുന്നു. ഒരു 4-5 ജനറേഷന് മുന്നേ മലയാളി ഇത്രയധികം അരി കഴിക്കുന്നില്ലായിരുന്നു. ഇന്നിപ്പം നമ്മൾ ജോലിക്ക് ഭാര്യ ഭർത്താവ് എല്ലാം ഒരുമിച്ച് ജോലിക്ക് പോകുന്നതുകൊണ്ട് ഏറ്റവും എളുപ്പം പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ആഹാരമാണ് അരി. അരി തന്നെ ഇപ്പോൾ ഇന്ന് മാവായിട്ട് ഉൾപ്പെടെ കിട്ടും, അല്ലേ, പൊടിയായിട്ട് കിട്ടും, പുട്ടിൻ്റെ പൊടിയായിട്ട് കിട്ടും, റെഡി കലക്കി. അപ്പോൾ ഏറ്റവും എളുപ്പമാണ്. പിന്നെ മലയാളിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ്, എനിക്ക് തോന്നുന്നത് മലയാളിക്ക് ഏറ്റവും കൂടുതൽ അഡിക്ഷൻ ഉള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ അരിയാഹാരത്തിൻ്റെ അളവ് വളരെയധികം കൂടി. പണ്ടാണെങ്കിൽ കാച്ചിൽ, ചേമ്പ്, ചേന എല്ലാം കൂടെ ചേർത്തിട്ട് അതിൻ്റെ കൂട്ടത്തിലാണ് അരി ഉപയോഗിച്ചിരുന്നത് ഒരു പരിധി വരെ. അപ്പോൾ ഇതൊരു പ്രധാന ഘട്ടം. അപ്പോൾ ഇതിൽ നിന്ന് മാറി. പിന്നെ അടുത്തോട്ട് ലെവലിലോട്ട് പോകണമെങ്കിൽ ഫാസ്റ്റ് ഫുഡ്, നമ്മുടെ ഈ ഡ്രിങ്ക്സ്, അതായത് ജങ്ക് ഫുഡ്. ഇപ്പോൾ ജങ്ക് ഫുഡിനോട് പോലും എനിക്ക് ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് അപ്പവും സ്റ്റൂവും ജങ്ക് ഫുഡാണെന്നാണ് എൻ്റെ വിശ്വാസം. അതായത് പൊട്ടറ്റോ ഫ്രൈ നമ്മൾ ജങ്ക് ഫുഡാണെന്ന് പറയാമെങ്കിൽ പൊട്ടറ്റോ വെച്ചിട്ടുള്ള സ്റ്റൂവും അപ്പവുമിനകത്ത് എന്ത് എക്സ്ട്രാ ന്യൂട്രീഷനാണുള്ളതെന്ന് എനിക്ക് വലിയ സംശയമാണ്. അപ്പോൾ അതുപോലെ മലയാളി കഴിക്കുന്ന ചോറ് ശരിക്കും പറഞ്ഞാൽ ജങ്ക് ഫുഡാണ്. ന്യൂട്രീഷണലി ഒരു ബാലൻസ്ഡ് ഡയറ്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അതുകൊണ്ട് നേരെ മറിച്ച് ദോശ, ഇഡ്ഡലിയൊക്കെ പിന്നെയും നമുക്കൊരു സമീകൃത ആഹാരമാണെന്ന് പറയാം, അല്ലെ പുട്ട്, കടലയൊക്കെ ഒരു സമീകൃത ആഹാരമാണ്. വെറുതെ ചോറും കുറച്ച് കറിയും മാത്രമായിട്ട് കഴിക്കുന്ന മലയാളി കഴിക്കുന്നത് സമീകൃത ആഹാരമാണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അപ്പോൾ അതും ജങ്ക് ഫുഡൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ പെടുത്തണം. പക്ഷേ നമ്മളീ പറയുന്ന ഈ ജങ്ക് ഫുഡ് കഴിക്കുക, ഫാസ്റ്റ് ഫുഡ് കഴിക്കുക, ഇതൊക്കെ മലയാളിയുടെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ മൊബിലിറ്റി, നമ്മുടെ ചെയ്യുന്ന എക്സസൈസ് വളരെയധികം കുറഞ്ഞു പോയി. അതായത് നീറ്റ് എന്ന് പറഞ്ഞൊരു പുതിയ കോൺസെപ്റ്റ് ഉണ്ട്. അതായത് നോൺ എക്സസൈസ് ആക്ടിവിറ്റി തെർമിയോജെനിസിസ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ്. അതായത് നമ്മൾ എക്സസൈസിന് വേണ്ടി അല്ലാതെ ചെയ്യുന്ന ദേഹമനക്കം, ഇതൊരു വളരെ പ്രധാനപ്പെട്ട നീറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങി. നോൺ എക്സസൈസ് ആക്ടിവിറ്റി തെർമിയോജെനിസിസ് ഇന്ന് വണ്ണം കുറവിന് വേണ്ടി ഏറ്റവും അധികം റിസർച്ച് ചെയ്ത പുതിയൊരു കോൺസെപ്റ്റാണ്. അതായത് നമ്മൾ എക്സസൈസ് ചെയ്യാൻ വേണ്ടി അല്ലാതെ നമ്മൾ ചെയ്യുന്ന ദേഹാധ്വാനം വെച്ചാൽ നമ്മളിപ്പോൾ ഒരു കാരണം പണ്ട് നമ്മളൊരു ഫോണിനടുത്ത്, നമ്മുടെ ഒരു ഫിക്സഡ് ലൈൻ ഫോണായിരുന്നെങ്കിൽ നമ്മൾ ആ ഫോണിനടുത്ത് നിന്ന് അരമണിക്കൂർ സംസാരിക്കണം, അവിടെ ഒരു കസേര ഇട്ട് അവിടെ നിന്ന് സംസാരിക്കും. ഇന്ന് നമ്മുടെ കയ്യിലെല്ലാം മൊബൈലാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഓപ്ഷനുണ്ട്, ആ ഫോൺ എടുത്തിട്ട് അരമണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് സംസാരിക്കാൻ. ഇത് ചെയ്യുന്നതും ഒരു കസേരയിലിരുന്ന് ഫോൺ ചെയ്യുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് നമ്മുടെ വണ്ണക്കുറവ് എടുക്കുന്നതിൽ. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ചാൻസുകളും നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് ആ നീറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റിൻ്റെ പ്രിൻസിപ്പിൾ. അതായത് ഉദാഹരണത്തിന് സ്വിച്ച് ഓഫ് ചെയ്യാൻ വേണ്ടി മകളെ വിളിച്ചിട്ട് സ്വിച്ച് ഓഫ് ചെയ്യാൻ പറയാതെ നമ്മൾ പോയി ഓഫ് ചെയ്യുക. ഒരു സ്റ്റെപ്പ് ലിഫ്റ്റ് ഉണ്ടെങ്കിൽ 2 നിലയാണ് കയറുക, ഒരു 5 നില 10 നിലയൊക്കെ ഓക്കെ, 2 നില കയറാനാണെങ്കിൽ കഴിയുന്നത് ലിഫ്റ്റ് ഉപയോഗിക്കാതിരിക്കുക. അപ്പം നമുക്ക് മൂവ് ചെയ്യാൻ കിട്ടുന്ന എല്ലാ ചാൻസും ഉപയോഗിക്കുക. കാര്യം പറഞ്ഞാൽ
നമുക്കൊരു 50 കിലോ 60 കിലോ അല്ലെങ്കിൽ 70 കിലോ 80 കിലോ ഉള്ള ഒരാൾക്ക് അയാളുടെ 80 കിലോയാണ് അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നത് നമ്മൾ ഈ മൂവ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇത് നമ്മുടെ ഒബീസിറ്റി കുറയ്ക്കുന്നതിൽ, പൊണ്ണത്തടി കുറയ്ക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് കരുതുന്നുണ്ട്. അപ്പോൾ ഇത് കൂട്ടുക. അപ്പോൾ ഇത് രണ്ടുമാണ്, ആഹാരം വളരെ സൂക്ഷിച്ച് കഴിക്കുക, അല്ലെങ്കിൽ കഴിയുന്നത്ര കൂടുതൽ നമ്മൾ മൂവ് ചെയ്യുക. അപ്പോൾ ഇത് രണ്ടുമാണ് പൊണ്ണത്തടി കുറയ്ക്കാൻ പറയാവുന്ന ഏറ്റവും എളുപ്പത്തിൽ പറയാവുന്ന രണ്ട് കാര്യം. തുടക്കത്തിൽ ഡോക്ടർ പറഞ്ഞു, ഞാനത് എൻ്റെ കൺക്ലൂഷനിൽ ഈ ന്യൂ ഇയർ റെസൊല്യൂഷനായിട്ട് വണ്ണം കുറയ്ക്കൽ തീരുമാനിക്കണം എന്നൊക്കെ പറയാനിരുന്നത്. അപ്പോൾ ഡോക്ടർ തുടക്കത്തിൽ പറഞ്ഞു ന്യൂ ഇയർ റെസൊല്യൂഷൻ്റെ കാര്യം പറഞ്ഞു. ഈ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് എല്ലാ ന്യൂ ഇയറിനും എടുക്കുകയും ന്യൂ ഇയർ തുടങ്ങി 2 ആഴ്ചക്കുള്ളിൽ തന്നെ അത് പൊളിയുകയും ചെയ്യുന്നതാണ് നമ്മുടെ ഇടയിൽ എപ്പോഴും സംഭവിക്കുന്നത്. ഇതെന്തുകൊണ്ടാണ് അങ്ങനെ പൊളിഞ്ഞു പോകുന്നത്? ഇത് പൊളിയാതിരിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? ഇത് എനിക്ക് തോന്നുന്നത് അത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. എന്നോട് ചോദിക്കാമെന്നുണ്ടെങ്കിൽ പലപ്പോഴും ഒരു പെയിൻ്റെ പുറത്താണ് നമ്മൾ വണ്ണം കുറയ്ക്കാൻ തീരുമാനിക്കുന്നത്. ആരെങ്കിലും കളിയാക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും എടുത്തൊരു ഫോട്ടോ, അല്ലെങ്കിൽ എടുത്ത ഒരു വീഡിയോ, ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ ഒരു സുഖമില്ലാത്ത രീതിയിൽ കാണും. ഇപ്പോൾ സാധാരണ അതിൽ ഇപ്പോൾ ഞാൻ എൻ്റെ സീക്രട്ട് മനസ്സിലാക്കിയിട്ടുള്ള സ്ത്രീകളിൽ നിന്ന് തന്നെ ഈ സ്ത്രീകൾ പറയുന്നത്, ഡോക്ടർ ഇപ്പോൾ എനിക്ക് ഡോക്ടർ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ ഒന്ന് ഫോട്ടോ എടുക്കുക. അപ്പോൾ ഞാൻ അങ്ങനെ പണ്ടെപ്പോഴും അങ്ങനെ ഫോട്ടോ എടുക്കും. ഇപ്പോൾ അവർ പറഞ്ഞു അത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ അട്ടിയായിട്ട് നിൽക്കും. അവരൊരിക്കലും സിംഗിളായിട്ട് ഫോട്ടോയ്ക്ക് പ്രോസസ് ചെയ്യില്ല. ഒരു ഗ്രൂപ്പായാലും ഇങ്ങനെ അട്ടിയായിട്ട് ചരിഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ഈ വണ്ണം കൂടുതൽ ആരും അറിയില്ല. അപ്പോൾ ഇങ്ങനെ അല്ലാതെ എടുക്കുന്ന ഒരു ഫോട്ടോ, അല്ലെങ്കിൽ ഒരു വീഡിയോ, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മളെ ഒരു കണ്ണാടിയുടെ ഫ്രണ്ടിൽ ചെന്ന് നിൽക്കുമ്പോൾ, ഈ പ്രത്യേകിച്ച് ചില എസ്പെഷ്യലി മാളുകളിൽ, ടെക്സ്റ്റൈൽസുകളിൽ, അപ്പോൾ ഇവിടെയൊക്കെ ചെന്ന് നമ്മുടെ ഒരു പൂർണ്ണമായ രൂപം നമ്മൾ പലപ്പോഴും കാണാനിടയും. അപ്പോൾ ഇത് കാണുമ്പോൾ ഉള്ളൊരു വിഷം, അല്ലെങ്കിൽ ആരെങ്കിലും കളിയാക്കി നമ്മളെ തടിയാനോ തടിച്ചെന്ന് വിളിക്കുമ്പോൾ, കളിയാക്കുമ്പോൾ, ഇപ്പോഴൊക്കെയാണ് ആ പെയിനാണ് പലപ്പോഴും നമ്മുടെ വണ്ണം കുറയാനുള്ള ഏറ്റവും പ്രചോദനം. എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ 2 ദിവസം കഴിയുമ്പോൾ ഈ പെയിൻ പോകും. ഈ പെയിൻ എങ്ങനെ സസ്റ്റെയിൻ ചെയ്യില്ല. അപ്പോൾ അതിനാണ് ഈ പ്രഷർ കുക്കർ ഇഫക്റ്റ് എന്ന് പറയുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഇത് പൊളിയാനുള്ള പ്രധാന കാരണം. ഇതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് ഇത് പൊളിയാനുള്ള കാരണം. അപ്പോൾ സാധാരണ അതിൽ വണ്ണം കുറയ്ക്കണമെങ്കിൽ അതിൻ്റെ ആവശ്യകത എന്തെന്നുള്ള അതിൻ്റെ നീഡെന്ന് പറയും അല്ലേ, ഞാൻ എന്തിനു വണ്ണം കുറയ്ക്കണമെന്ന് എനിക്ക് ബോധ്യപ്പെടണം. പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു സുഖമില്ലാത്ത ഈ പേര് വിളിക്കുക, അല്ലെങ്കിൽ ഒരു കുറ്റബോധം, അല്ലെങ്കിൽ ഈ പെയിൻ, ഇത് മാത്രമാണ് നമ്മളെ ഇതിന് വേണ്ടി പ്രേരിപ്പിക്കുന്നത്. അതിനാണ് പലപ്പോഴും നമ്മൾ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞു തുടങ്ങും. ഇത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അപ്പോൾ ആദ്യമായിട്ട് എന്തിന് വണ്ണം കുറയണം എന്നെനിക്ക് ബോധ്യപ്പെടണം. ഇതിന് ധാരാളം നമ്മൾ നെറ്റിൽ തന്നെ നമ്മളൊന്ന് വായിച്ച് നോക്കുകയാണെങ്കിൽ ഡേഞ്ചേഴ്സ് ഓഫ് ഒബീസിറ്റി, ഇപ്പം നമ്മൾ അതിനെപ്പറ്റി പറയാൻ പോയ ആ കാര്യം മാറി. തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും ചെയ്യേണ്ടത്, വണ്ണം കൂടുതലുണ്ടോയെന്ന് സംശയമുള്ളവർ, ഞാൻ ഈ നേരത്തെ പറഞ്ഞ കണക്കനുസരിച്ച് വണ്ണം കൂടുതലുമുള്ളവർ, വണ്ണം കൂടിയാലുണ്ടാകുന്ന മെഡിക്കൽ അപകടങ്ങളെപ്പറ്റി ഇന്ന് നെറ്റിൽ ധാരാളമായിട്ട് വായിക്കാൻ പറ്റും. നല്ല ഏതെങ്കിലും സൈറ്റുകൾ പോയിട്ട് വായിച്ച് നോക്കുക. ഇതൊരു വളരെ പ്രസക്തമായ കാര്യമാണ്. ഇതിൻ്റെ അപകടം വായിച്ച് കഴിയുമ്പോൾ നീ കാഴ്ചയിലുള്ള കാര്യം മാത്രമല്ല, ധാരാളം രോഗങ്ങൾ, ഡയബറ്റിസ്, കൊളസ്ട്രോൾ, സ്ട്രോക്ക്, ഹാർട്ട് അറ്റാക്ക്, ക്യാൻസറുകൾ, ഇതൊക്കെ ഉണ്ടെന്ന് നമുക്ക് ബോധ്യപ്പെടുമ്പം ഇതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണ്ടേ എന്നുള്ളൊരു തോന്നൽ. അപ്പോൾ അങ്ങനെ നമ്മൾ എന്തിന് ഞാൻ വണ്ണം കുറയണം എന്നുള്ളത് ആലോചിച്ച് മനസ്സിലാക്കുക. ഈ വണ്ണം കുറയണതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് സ്വയം ബോധവാനാകുക, അല്ലെ ബോധവതിയാകുക. ഇതാണ് ആദ്യത്തെ പരിപാടി. അടുത്തത് വണ്ണം കുറയ്ക്കണമെന്നുള്ള ഒരു ഉറച്ച തീരുമാനമാണ്. നമ്മുടെ തീരുമാനം പലപ്പോഴും ഇങ്ങനെ ആടി നിൽക്കുന്ന തീരുമാനങ്ങളാണ് നമ്മുടെ. അപ്പോൾ ഈ തീരുമാനമാണ് വളരെ പ്രസക്തമായ ഒരു കാര്യം. ഞാൻ എന്തായാലും വണ്ണം കുറയും. ഈ പ്രശ്നങ്ങളുള്ളത് കാരണം ഞാൻ വണ്ണം കുറയാൻ ഞാൻ തീരുമാനിക്കുന്നു. ഈ തീരുമാനമാണ് അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം. ഇത് രണ്ടും ഇല്ലാത്ത ഒരാൾക്ക് വണ്ണം കുറയാൻ സാധ്യമല്ല. ഇപ്പോൾ എൻ്റെ വർക്ക്ഷോപ്പിൽ ഞാനിപ്പോൾ ഈ പറഞ്ഞ ഒരു ഫുൾ ഡേ വർക്ക്ഷോപ്പാണ് ചെയ്യണത്. ഇവർ ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അത് ബോധവതിയാക്കി അതിൻ്റെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പാറ്റേണിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാന തന്ത്രങ്ങളിൽ കൂടി മാത്രമേ ഇത് വർക്കൗട്ട് ചെയ്യുള്ളൂ. എന്ന് വെച്ചാൽ ഈ ആളുകൾക്ക് അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം ഹോപ്പാണ്. പലരും വിചാരിക്കുന്നത് ഞാനിങ്ങനെ ആയിപ്പോയി, അച്ഛനമ്പപ്പം എൻ്റെ പാരമ്പര്യമായിട്ട് എനിക്ക് വണ്ണം കൂടുതലുള്ള ഒരാളാണ്, എന്നെ ഇനി രക്ഷപ്പെടുത്താൻ എനിക്കും പറ്റില്ല, വേറെ ആർക്കും സാധ്യമല്ല എന്നാണ് അവർ ഉറച്ച് വിശ്വസിക്കുന്നത്. ഇത് ഇങ്ങനെയുള്ള ഒരാളെ രക്ഷപ്പെടുത്താൻ നമുക്ക് ആർക്കും മാറ്റില്ല. അപ്പോൾ അതിനകത്ത് ഞാൻ പറയുന്നത് ഹോപ്പാണ്. അപ്പോൾ നമ്മുടെ ഹോപ്പ് വിൽ ചേഞ്ച് എവറിത്തിങ്. നമ്മുടെ ലൈഫിൽ ഇത് മാത്രമല്ല, നമ്മളിപ്പോൾ ഒരു ജോലി സംബന്ധമായാലും ശരി, അല്ലെങ്കിൽ പരീക്ഷയുടെ കാര്യത്തിലായാലും ശരി, എന്തിലായാലും ശരി, ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ, രക്ഷപ്പെടണമെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് വിശ്വസിക്കുന്ന ഒരു സംഭവം. ഇപ്പം എനിക്കൊരു ചേഞ്ച് സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്, മെൻറ്ററിങ്, ഞാൻ ലൈഫ് കോച്ചിങ് ഒക്കെ ചെയ്യാറുണ്ട്. അതിനകത്തുമല്ല ഇത് പ്രസക്തമാണ്. അതായത് നമ്മളൊരു പ്രോബ്ലത്തിൽ ചെന്ന് ചാടിപ്പോയി, ഒബീസിറ്റി എന്ന് പറയുന്ന ഒരു പ്രോബ്ലമാണ്, അതിനകത്ത് ചെന്ന് ചാടിപ്പോയി. അതിനകത്തുനിന്ന് രക്ഷപ്പെടണമെങ്കിൽ എനിക്ക് രക്ഷപ്പെടാൻ പറ്റും എന്നുള്ള ഒരു ആത്മവിശ്വാസം, അതിന് മുന്നേ ഒരു ഹോപ്പ്, ഒരു പ്രതീക്ഷ. ഈ പ്രതീക്ഷ ഇല്ലെങ്കിൽ രക്ഷപ്പെടില്ല. ഈ സെക്കൻഡ് വേൾഡ് വാർ സമയത്ത് നാസികൾ ഈ ജ്യൂസിനെ ധാരാളമായിട്ട് കൊന്നുടക്കി കിടന്ന കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ
രക്ഷപ്പെട്ടവരെ വെച്ചിട്ടൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സൈക്കോളജി സ്റ്റഡിയുണ്ട്. അപ്പോൾ അവരെന്തുകൊണ്ട് അവർക്കത് സർവൈവ് ചെയ്യാനായി എന്നുള്ളതിനെപ്പറ്റി വളരെ വിശദമായ സൈക്കോളജിക്കൽ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഏറ്റവും പറയുന്നത് ഹോപ്പ് മിച്ചം വച്ചിരുന്നവർ മാത്രമാണ് രക്ഷപ്പെട്ടുള്ളത്. എന്നുവെച്ചാൽ അത്രയ്ക്കുള്ള പീഡനങ്ങളും ഉണ്ടായിട്ട് പലരും എങ്ങനെയെങ്കിലും ചത്താൽ മതി എന്നാണ് ആ സമയത്ത് വിചാരിക്കുന്നത്. അപ്പോൾ അതിനകത്തൊന്നും ഇല്ല, ഞാൻ രക്ഷപ്പെടും, എന്നെ രക്ഷപ്പെടുത്താൻ ആരെങ്കിലും വരും എന്നുള്ള ഹോപ്പ്. ഈ ഹോപ്പ് ഇപ്പം നമ്മളിപ്പോൾ ഈവൻ മതങ്ങളിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ, അത് ഹിന്ദു മതമായാലും ശരി, ക്രിസ്ത്യൻ മതമായാലും ശരി, ഇസ്ലാം മതമായാലും ശരി, ഇവരെന്താണ് കൊടുക്കുന്നത്? സ്വാമിമാർ ഇവരൊക്കെ എന്താണ് കൊടുക്കുന്നത്? ഹോപ്പാണ് കൊടുക്കുന്നത്. നീ രക്ഷപ്പെടും, നിനക്ക് രക്ഷയുണ്ട്. ഈ ഹോപ്പ് ഇതാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റം മുന്നോട്ട് നയിക്കുക. അതായത് ഹോപ്പ് ഇല്ലാത്തവൻ്റെ ജീവിതം മുന്നോട്ട് പോവില്ല. എൻ്റെ ഈ പ്രാരാബ്ദങ്ങളൊക്കെ മാറും, എനിക്ക് നല്ല ജോലി കിട്ടും, ശമ്പളം കൂടുതൽ കിട്ടും. ആ ഹോപ്പാണ് മുന്നോട്ട് നയിക്കുന്നത്. അൺഫോർച്ചുനേറ്റ്ലി പൊണ്ണത്തൊടിയുള്ളവരുടെ ഏറ്റവും വലിയ സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഹോപ്പില്ലായ്മയാണ്. അവർ കണ്ടിട്ടില്ല, അവരുടെ ജീവിതത്തിൽ അവരിതുവരെ ഓരോ കിലോ കൂടി പോകുന്നതായിട്ട്, അവരൊരു കിലോ കുറയുന്നതായിട്ട്, ശാശ്വതമായി ഒരു കിലോ കുറഞ്ഞതായിട്ട് അവരിതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ എൻ്റെ ഈ വർക്ക്ഷോപ്പിലെ ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്ന ഹോപ്പ് നൽകുക സാധ്യമാണ്. ഇപ്പം ഞാൻ പറയുന്നത്, ഇപ്പോൾ എൻ്റെ വർക്ക്ഷോപ്പിലും 100 പേര് ചെയ്താൽ 97 പേരും അത് സാധിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഇപ്പോൾ ഒരു വലിയ ഹോപ്പാണ്. ഇപ്പം ഞാൻ ചെയ്ത സമയത്ത് എനിക്ക് അങ്ങനെ ഹോപ്പ് ഉണ്ടായിരുന്നില്ല. ഡോക്ടർ, ഇപ്പോൾ ഡോക്ടർ പറഞ്ഞിരുന്നത് ഹോപ്പ് അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയുള്ളവർക്കാണ് ഇതിൽ സക്സസ്ഫുൾ ആവാനുള്ള സാധ്യത കൂടുതൽ, അല്ലെങ്കിൽ സാധ്യത അവർക്കേ ഉള്ളൂ. ഇത് നമുക്ക് എങ്ങനെ, ഒരു വണ്ണം കൂടുതലുള്ള ഒരാളുടെ ഡോക്ടർ മുന്നിൽ വരുന്ന ഒരാൾക്ക് എങ്ങനെ ഈ ഹോപ്പ് അവരിൽ എങ്ങനെ ഇഞ്ചെക്ട് ചെയ്യുന്നത്? ഒന്ന് ഇപ്പോൾ എൻ്റെ തീർച്ചയായിട്ടും അപ്പം ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഞാൻ തന്നെ 40 കിലോ കുറച്ചിട്ടുള്ള ഒരാളായതുകൊണ്ട് അവർക്ക് വലിയ പ്രതീക്ഷയുണ്ട്. ഇത് പലപ്പോഴും പറയാൻ എളുപ്പമാണ്. ഈ നമ്മൾ അതങ്ങനെ ചെയ്യും, ഇതിങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്തതെന്ന് പറയാൻ വളരെ എളുപ്പമാണ്. പലപ്പോഴും നമ്മൾ ട്രെയിനേഴ്സ് ചെയ്യുന്ന പരിപാടി അതാണ്. 2 മണിക്കൂർ എക്സസൈസ് ചെയ്യണം, ആഹാരം വളരെ കുറച്ച്. അപ്പം ഞാൻ പക്ഷേ അതിൽ കൂടെ കടന്നു പോയിട്ടുള്ളതുകൊണ്ട് സം സോർട്ട് ഓഫ് ഒരു മെൻറ്ററിങ് ആണ് ചെയ്യുന്നത്. ഈ മെൻറ്ററും ടീച്ചറും തമ്മിലുള്ള ഒരു വലിയ വ്യത്യാസം, ടീച്ചർ പഠിപ്പിക്കും, മെൻറ്ററും പഠിപ്പിക്കും, പക്ഷേ മെൻറ്റർ ചെയ്ത കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. അപ്പം ഞാൻ ഈ ചെയ്ത കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഉള്ള എനിക്കൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ ഓൾറെഡി ഒരു 1180 പേർക്ക് ഈ പ്രോഗ്രാം ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്തൊരു 115 പേര് ഡോക്ടർമാരാണ്. അപ്പോൾ അതിൻ്റെ ഒരു വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത്രയും പേരുടെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ തന്നെ ഞാൻ ആ വർക്ക്ഷോപ്പിൽ എൻ്റെതിനകത്ത് ഈ വണ്ണം കുറഞ്ഞിട്ടുള്ള മുമ്പോട്ടോ വന്നിട്ടുള്ളവരുടെയും ശേഷമുള്ളവരുടെയൊക്കെ പിക്ചേഴ്സ് കാണിക്കുമ്പോൾ അവർക്ക് ഹോപ്പ് തീർച്ചയായിട്ടും ഉണ്ടാവും. അവർ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരാൾക്ക്, ഇപ്പോൾ എൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എൻ്റെ റെക്കോർഡ് ബ്രേക്ക് ചെയ്തിരിക്കുന്ന ഒരു ക്ലയൻ്റ് എന്ന് പറഞ്ഞാൽ 50 കിലോ കുറഞ്ഞ, അത് 116 കിലോയിൽ നിന്ന് 50 കിലോ കുറഞ്ഞ ഒരു സ്ത്രീയുണ്ട്. അതൊരു സങ്കല്പിക്കാൻ, ഇത്രയും നാൾ ഈ ബെരിയാട്രിക് സർജറിയുടെ ഇതിൻ്റെയൊക്കെ കാലത്ത് സങ്കല്പിക്കാൻ പറ്റുന്നതിനപ്പുറത്താണ്. അതായത് അവരുടെ വെയ്റ്റിൻ്റെ 45% അവർ കുറച്ചു എന്നുള്ളതാണ്. അവരുടെ എക്സിസ്റ്റിംഗ് 116 കിലോയിൽ നിന്ന് അവർ 45% വെയ്റ്റ് അവരുടെ വേറെ ഒരു ഈ സർജറിയോ മെഡിസിനോ ഒന്നുമില്ലാതെ ഈ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും മാത്രം വഴി അവർ കുറയ്ക്കാൻ പറ്റിയെന്ന് പറയുന്നത് അത് വലിയൊരു മോട്ടിവേഷനാണ്. അതുപോലെ ഇനി ഈ വണ്ണം, അത് ശരിയാണ്, ഈ എൻ്റെ ഒരു ടെക്നിക്കൽ സൈഡ് ചോദിക്കട്ടെ, ഈ വണ്ണം കുറയുക എന്നുള്ളത് മാത്രമാണോ ഇതിൻ്റെ പുറകിലുള്ളത്, അതോ മറ്റ് പല ലൈഫ് സ്റ്റൈൽ കോമോർബിഡിറ്റീസ് എന്ന് പറയാതെ കുറേ സംഗതികളുണ്ട്, അതിൻ്റെ വ്യത്യാസം വരും? ഉണ്ട്, തീർച്ചയായിട്ടും. അതായത് ഇപ്പം ഞാൻ ഒരിക്കലും ഒരു അസുഖം ശരിയാക്കാൻ വേണ്ടി എന്ന് പറഞ്ഞ് ഈ പ്രോഗ്രാം ചെയ്തു തുടങ്ങിയിട്ടില്ല. സമയമായി വരുന്നു എന്ന് പറയാം. പക്ഷേ ഈ വണ്ണം കുറഞ്ഞു വരുന്നവരെല്ലാം അവർ അസുഖങ്ങളില്ലാത്തവരായിരുന്നില്ല. അവർ ഡയബറ്റീസ് ഉള്ളവരുണ്ടായിരുന്നു, കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു, പ്രഷർ ഉണ്ടായിരുന്നവരുണ്ടായിരുന്നു, ഹാർട്ട് ബ്ലോക്കുകൾ ഉണ്ടായിരുന്നവരുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്കൊക്കെ വന്ന മാറ്റത്തിനെ പറ്റിയുള്ളൊരു ഫീഡ്ബാക്ക്, ഒരു ബേസിക്കലി ഞാൻ ഡോക്ടർ എന്ന നിലയ്ക്ക് എനിക്കിവരെ ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി ഒരു സംവിധാനമുണ്ട്. ഈ പാർട്ടിസിപ്പൻസിനെ എല്ലാം ഞാൻ ഗ്രൂപ്പായിട്ട് തന്നെ ഫോളോ അപ്പ് ചെയ്യാനും തമ്മിലൊരു കൾട്ട് പോലെ ഡെവലപ്പ് ചെയ്യാൻ, അതായത് മുമ്പ് ചെയ്തവർ തുടർന്ന് വരുന്നവരെ സഹായിക്കുന്നു, അങ്ങനെ ഒരു കൾട്ട് പോലെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള അവർ തമ്മിൽ ഇൻട്രാക്ഷൻ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്ന, പണ്ടത്തെ ബാച്ച് തുടങ്ങി ഇപ്പോഴത്തെ പുതിയ ബാച്ച് വരെ ഒരു ഇൻട്രാക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഇപ്പോൾ ഇന്നത്തെ ഡിജിറ്റൽ മീഡിയയിലൊക്കെ ധാരാളം സംവിധാനമുണ്ട്. ഫേസ്ബുക്കിലെ സീക്രട്ട് ഗ്രൂപ്പുകളുണ്ട്, അല്ലെങ്കിൽ ടെലഗ്രാം, വാട്സപ്പ് പോലത്തെ ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് എനിക്ക് ഇവരായിട്ടുള്ള സ്ഥിരമായിട്ട് നിത്യമായിട്ടുള്ളൊരു കോണ്ടാക്റ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരൊക്കെ അവരുടെ ഫീഡ്ബാക്ക് പറയുന്ന പലരുടെയും ഡയബറ്റീസ്, അവരുടെ മരുന്നുകൾ നിർത്താൻ പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇൻസുലിൻ്റെ അളവ് 1/8 കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട്, പ്രഷറിൻ്റെ ഗുളിക നിർത്താൻ പറ്റിയിട്ടുണ്ട്, കൊളസ്ട്രോൾ. ഇപ്പോൾ തന്നെ എൻ്റെ ട്രൈഗ്ലിസറൈഡ് വാല്യൂ 1500 ആയിരുന്നു. ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്നത് നോർമൽ വാല്യൂ 45 തുടങ്ങി 145 വരെയാണ്. എൻ്റെ 1500 ആയിരുന്നു 25 വർഷങ്ങൾക്ക് മുന്നേ. മരുന്ന് കഴിച്ചിട്ടൊരു 450 താഴെ വന്നിട്ടില്ല. ഇന്ന് എനിക്ക് ഒരു മരുന്നും കഴിക്കാതെ 100 താഴെയാണ്. ഫാറ്റി ലിവർ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ, വളരെയധികം ഫാറ്റി ലിവർ ഉണ്ടായിരുന്ന വ്യക്തി. ഫാറ്റി ലിവർ പൂർണ്ണമായിട്ട് ഇതങ്ങനെ ധാരാളം പേരുടെ അസുഖങ്ങൾ മാറിയിട്ടുണ്ട്. പക്ഷേ ഞാനൊരു ബേസിക്കലി ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് നമ്മളൊരു കുറച്ചും കൂടെ
അതിനകത്തൊരു കൺക്ലൂസീവ് എവിഡൻസ് വേണമെന്നുള്ളത് കൊണ്ട് ഒരു അസുഖം മാറുമെന്ന് പറഞ്ഞ് ഞാൻ ഒരാളോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷേ വണ്ണം കൂടുതലുള്ളവർ വണ്ണം കുറച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രത്യേകിച്ച് ഇതും കൂടെ വന്നു കഴിയുമ്പോൾ എന്തായാലും പറയാം, നമ്മുടെ ഡയറ്റും കൂടെ മാറുമ്പോൾ ടോട്ടലി മാറിക്കഴിഞ്ഞാൽ ഹെൽത്തി ഡയറ്റിലോട്ട് മാറിക്കഴിയുമ്പോൾ ഞാനൊരു പ്രധാനമായിട്ട് പറയുന്ന വേറെ കാര്യം, അവരവരുടെ ഒരു എന്താ പറയുക നോർമൽ ഇപ്പം നമ്മളൊരു മലയാളിക്ക് പറയുകയാണെങ്കിൽ മലയാളി കഴിക്കുന്ന ആഹാരങ്ങളാണ് പറയുന്നത്, തമിഴനാണെങ്കിൽ തമിഴൻ കഴിക്കുന്ന ആഹാരമാണ്, ഒരു അറബിയെടുത്താണ് പറയണമെങ്കിൽ അറബി കഴിക്കുന്ന ആഹാരം, അല്ലെങ്കിൽ അവർ സസ്റ്റെയിൻ ചെയ്യില്ല. നേരത്തെ ചോദിച്ചില്ലേ, അപ്പോൾ ഞാനൊരു ടോട്ടലി ഇപ്പോൾ ഒരു ഫ്രൂട്ട് ഡയറ്റ് അല്ലെങ്കിൽ ജ്യൂസ് ഡയറ്റ് ഇതൊന്നും സസ്റ്റെയിൻ ചെയ്യാൻ പോണില്ല. കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് ദോശ കഴിച്ചേ മതിയാവും, എനിക്ക് ഇഡ്ഡലി കഴിച്ചേ മതിയാവും, അല്ലെങ്കിൽ സാഹിബിന് അവൻ പറയുന്ന ആഹാരം കഴിച്ചേ മതിയാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ അവർക്ക് പറ്റുന്ന ഡയറ്റും കൂടെ അത് അവസാനം അതിനകത്തോട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് സാധിക്കില്ല. പിന്നെ അവസാനമായിട്ട് കമ്മിറ്റ്മെൻറ്റാണ്. കമ്മിറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഞാനൊരു കാര്യം ആദ്യം തീരുമാനിക്കാൻ ഒരാഗ്രഹം അവരുള്ളിൽ ഉണ്ടാക്കുക, അത് കഴിഞ്ഞിട്ട് ഡിസിഷൻ മേക്കിംഗ് ആണ് വളരെ പ്രധാനം. വളരെ പ്രധാനപ്പെട്ട ഒരു വലിയ ഗുരു ടോണി റോബിൻസ് എന്ന് പറഞ്ഞ ഒരു വളരെ പ്രധാനപ്പെട്ട മാനേജ്മെൻറ്റ് ഗുരു, വളരെ അറിയപ്പെടുന്ന മാനേജ്മെൻറ്റ് ഗുരു, പുള്ളി പറയുന്നത് ഇറ്റ് ഈസ് ഇൻ ദ മൊമെൻറ്റ്സ് ഓഫ് ഡിസിഷൻ ദാറ്റ് യുവർ ഡെസ്റ്റിനി ഈസ് ചേഞ്ചിങ്. അതായത് നമ്മുടെ തീരുമാനങ്ങളാണ് നമ്മുടെ വിധി നിർണ്ണയിക്കപ്പെടുന്നത്. അപ്പോൾ വണ്ണം കുറയ്ക്കാനുള്ള തീരുമാനമെടുക്കുക, ഇപ്പോൾ ന്യൂ ഇയർ ആണ്, എടുക്കാനുള്ള ഉറച്ച തീരുമാനം എടുക്കുന്നത് വളരെ പ്രധാനപ്പെട്ടാണ്. വിചാരിക്കുന്ന പോലെ എളുപ്പമല്ല. ഇതൊക്കെ കാണുമ്പോൾ ആക്രാന്തം കണ്ടു കഴിയുമ്പോൾ നമുക്ക് പ്രയാസമാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സമയം അവസാനിക്കുകയാണ് ഡോക്ടർ. ഇന്ന് ഡോക്ടർ വിനോദ് ബി നായർ അദ്ദേഹം പറഞ്ഞത് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. നമ്മുടെ ന്യൂ ഇയർ വരികയാണ്. അപ്പം ന്യൂ ഇയറിനൊരു റെസൊല്യൂഷൻ എടുക്കുകയാണെങ്കിൽ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളും കൂടെ മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു റെസൊല്യൂഷൻ എടുക്കുക, ഒരു തീരുമാനം എടുത്താൽ മാത്രം പോരാ, അതിൽ ഉറച്ചു നിൽക്കുകയും കൂടെ വേണം. വണ്ണം കുറയ്ക്കണം എന്നുള്ളൊരു തോന്നൽ, വണ്ണം കൂടുതലുണ്ടോ എന്ന് ആദ്യം പരിശോധിക്കാൻ, വണ്ണം കൂടുതലുണ്ടോ എന്ന് ആദ്യം പരിശോധിക്കുക. വെയിറ്റ് നോക്കി ഒന്ന് ഭാരം കൂടുതലുണ്ടോ എന്ന് നോക്കുക. ഉണ്ട് എങ്കിൽ അത് കുറയ്ക്കണമെന്ന് തീരുമാനിക്കുക. ഒരു എക്സ്പേർട്ട് അഡ്വൈസോടുകൂടി മാത്രം അത് ചെയ്യാൻ ശ്രമിക്കുക. ഒരിക്കലും സ്വയം ഒരുപാട് ആഹാരമൊക്കെ നിയന്ത്രിച്ച് ഭക്ഷണം കഴിക്കാതെ സ്റ്റാർവ് ചെയ്ത് അത് ഭക്ഷണം കുറയ്ക്കാനോ അല്ലെങ്കിൽ ഇത് അറിയില്ലാത്തവർ പറയുന്നത് കേൾക്കാനോ ഒന്നും ശ്രമിക്കരുത്. കഴിയുന്നിടത്തോളം ഒരു റെസൊല്യൂഷൻ എടുക്കാൻ ശ്രമിക്കുക, അതിൽ ഉറച്ചു നിൽക്കാൻ ശ്രമിക്കുക. നല്ലൊരു ന്യൂ ഇയർ, നല്ലൊരു പുതുവത്സരം എല്ലാവർക്കും ആശംസിക്കുന്നു. ബൈ.